എന്താ? അല്ല, എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു, വഴിയറിയില്ല. ഫോൺ അധികം ഉപയോഗിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട. എന്തെങ്കിലും ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. എന്താച്ചാ കൈ അടങ്ങിയിരിക്കൂലേ? ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഓ, അത്ര ഡിമാൻഡ് ആണെങ്കിൽ ഇനി എന്നെ സഹായിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം. സാർ, എനിക്ക് അയാളുടെ സ്വഭാവം അത്ര വെടുപ്പായിട്ട് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കാന്ന് വെച്ചേ. മെയിൽ സ്റ്റാഫ് ആരെങ്കിലും? ഇത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് വിശ്വാസമുള്ള ഒരാളെ ഇത് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ മീ യു ആർ ദ ബെസ്റ്റ് ചോയ്സ്. സാർ, എന്നാലും 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതും അയാളെപ്പോലെ ഒരാളുടെ ഒപ്പം. സി, അനീഷയുടെ ഓവർ ടൈമിന് ഞാൻ എന്തായാലും പേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓക്കെ. ഓക്കെ സാർ. എടാ ഞാൻ നിങ്ങൾ തന്നെ ഒന്ന് പോയി ചോദിക്കും. നീ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് നീ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ചേട്ടൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ? ചേട്ടൻ പറഞ്ഞില്ല ഞാൻ വർക്കെടുത്തേ. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയതല്ല. നിന്നോട് എത്ര തവണ പറയണം? നീ ഒന്ന് അടങ്ങ്, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പോണേ. പ്ലീസ് പ്ലീസ് ബാ, ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ബാ ബാ. ഇതെല്ലാം എൻ്റെ ഭാര്യ അവിടെ കൈകൊണ്ടുണ്ടാക്കി കൊടുത്തു വിടുന്നതാ. ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോഴേ അറിയാം എൻ്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയതാണ്. ഡോക്ടർ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇതിപ്പോ വീട്ടിൽ നിന്നായതുകൊണ്ടാ തരാൻ സമ്മതിച്ചേ. എനിക്ക് ഈ ഹോട്ടലിലെ ഭക്ഷണം പിടിക്കൂല, അതുകൊണ്ടാ ഞാൻ പണ്ടേ സരോജത്തിനെ പൂട്ടിയത്. പ്രണയിച്ച് പൂട്ടിയ കാര്യമാണോ പറയണേ? അല്ല, ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ജോലി കിട്ടിയതാ, ഞാൻ വിട്ടില്ല. അതെന്താ? പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിനുള്ളിലാ. അവളന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുമായിരുന്നു? അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോകാൻ പാടില്ല. കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആണുങ്ങളുടെ തലയിൽ കയറും, പിന്നെ ആ കുടുംബം തകരും. ഞാൻ അന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ എന്റെ കൂടെ ഉള്ളത്. വിളമ്പിക്കഴിഞ്ഞോ? ആ പാത്രം ഇവിടെ മുമ്പ് തന്നെ ഉണ്ടല്ലോ. കഴിക്കുന്നില്ലേ? ഇതെന്ന് ശരിയാവുന്നറിയില്ല. ഉടുന്ന പാത്രം പോലും നേരെ ചൊവ്വേ കാണാൻ പറ്റത്തില്ല. ഒരു ദിവസം 6 വെച്ച് ഒരാഴ്ചത്തേക്ക് എഴുതിയിട്ടുണ്ട്. എന്ത് പറ്റിയതാ? ഒരു സർജറി ഇൻഫെക്ഷൻ ആയതാ. എന്തിനാണെന്തോ ഹൈ ഡോസാണ്. കൂമ്പൊക്കെ വാടിപ്പോ. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞല്ലേ? ഇതാണോ ഐറ്റം? ആ, എല്ലാം കൂടി 445. എത്ര? 445. എന്തോന്നടേ? ഡോക്ടർ പറഞ്ഞല്ലേ, വേറെ വല്ലതും വേണോ? ഡോക്ടറുടെ തുണ്ടും കൂടെ എടുത്തോണ്ട് പോകും. ഇതാരും ഒരുമിച്ച് കഴിച്ചേക്കണേ. അതെ, ബാത്റൂം വരെ ഒന്ന് പോകാൻ വഴിയൊന്ന് കാണിച്ചു തരുമോ? എന്തോന്നിത്? ഈ വടി പിടിച്ചങ്ങ് നടന്നാൽ മതി, വഴി കാണിച്ചു തരാം. അത് മതി. ഓടുന്നു കിലോ കണക്കിന് പൊടി തോളിൽ ചുമന്ന മാർക്കറ്റിലൂടെ നടക്കുന്ന എന്നോടാ വടി പിടിച്ച് നടക്കാൻ.
എനിക്കാരുടെയും സഹായം വേണ്ട. ഞാൻ നടന്നു അയ്യോ, നമ്മുടെ ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലോകക്രമവും വ്യവസ്ഥിതികളും ഇന്ന് മാറ്റത്തിന് ഇതൊരു നിഴൽ നാടകം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ മുൻകാല വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ ലോക ഭൂപടത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ്. സുനാമി തിരമാലകളായിട്ട് ആഞ്ഞടിച്ച് അധികാരസ്ഥാനം അയ്യോ അയ്യോ, എഴുന്നേക്ക്. ഇങ്ങനെ വല്ല ആവശ്യം വന്നാ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചൂടെ? എന്റെ ഉള്ള ജോലിയും കൂടി നിങ്ങൾ കളയിക്കോ? എന്തിനാ ഈ കമ്പിയും പിടിപ്പിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ നടത്തിക്കാനോ? എനിക്കെന്താ പകർച്ചവ്യാധി ഉണ്ടോ? അതിനേക്കാൾ വലിയ സാധന നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഞാനെന്ന് ആദ്യത്തെ ദിവസം കൈ തന്നപ്പോ നിങ്ങൾ എന്താ കാണിച്ചേ? ആ, കാണിച്ചതിൽ എന്താ തെറ്റ്? തെറ്റില്ല. നിങ്ങൾ കാണിച്ചാൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. ആണാകുമ്പോ പെണ്ണുങ്ങളെ ചിലപ്പോ തൊട്ടെന്നിരിക്കും. ഓഹോ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ? ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ അവളുടെ അനുവാദം ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാ. ഓഹോ, അടുത്ത പ്രാവശ്യം അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ? ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് കിടന്നോട്ട്. ഏതു നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന് കയറാൻ തോന്നിയത്? ഈ ലോകത്തെ ആണാണ്, പെണ്ണ് പെണ്ണാണ്. പെണ്ണെന്തൊക്കെ ചെയ്യുവോ അതൊക്കെ ആണുങ്ങൾ ചെയ്യും. ഒരുപക്ഷെ അതിനു മേളിലും. എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ച് കാണിക്കും, അപ്പൊ ഞാൻ സമ്മതിക്കാം. അല്ല പിന്നെ ആണാണ് പെണ്ണ് പെണ്ണാണ്. എടാ, നിന്റെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ എന്താ ഫോൺ എടുക്കാത്തെ? രാമേ, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? രാമേ, ഞാൻ അവരെ കുറെ തവണ വിളിച്ചു. അവർ ഫോൺ എടുക്കണ്ടേ, അതുകൊണ്ടാ. ചേട്ടാ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വിളിച്ചൊന്ന് ഫോൺ എടുക്കാലോ. നീ ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിളിക്കുന്നത് പൈസ വെക്കാനായിരിക്കും. പുറത്തുള്ള ഫോൺ എടുക്കാത്തെ നീ അല്ലേ? അതെടുക്കല്ലേ? ഇങ്ങ ബാ, ഇങ്ങ ബാ. ബാ, 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 ബാ. കൈവിടാൻ. അതെനിക്ക് അലമ്പുണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടല്ലോ, മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ആള് കാരണം ഞാൻ വർക്ക് എടുത്തേ. അതിന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇങ്ങോട്ട് വാ. ഏയ് ഏയ്, അങ്ങോട്ട് പോലെ മോനെ. മോനെ, നീ ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ? നീ ക്യാഷിന്റെ കാര്യത്തിൽ അപ്പം ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ ഇന്നോ നാളെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. പോരെ? ചേട്ടാ കൈവിടരുത്. നീ പോ, ചെല്ലേ, ഞാൻ തരാം.